CJP പ്രതിഷേധത്തിൽ ഇന്നും രാജ്യ തലസ്ഥാനം സ്തംഭിച്ചു. പോലീസ് അതിക്രമം അവഗണിച്ച് സമരവേദിയിലേക്ക് ആയിരങ്ങളാണ് എത്തിയത്. പ്രക്ഷോഭത്തിനൊടുവിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്. അതിനിടയിൽ കേന്ദ്രത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും ഇന്നത്തെ ദിനത്തെ ശ്രദ്ധേയമാക്കി. വിദ്യാർത്ഥികളെ ആക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്നും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സാജു, ഇന്ന് CJP സമരം കൂടുതൽ ശക്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിയും കുറെ കൂടി ഒരു അപ്രതീക്ഷിതമായൊരു വാർത്താ സമ്മേളനം, അതിനകത്ത് ആ കുട്ടികളെ തല്ലിച്ചതച്ചതിനെതിരെ അല്ലെങ്കിൽ ബ്രൂട്ടലായി അവരെ ആക്രമിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഈ സമരത്തെ ഇനിയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ ഒരു പരിധിവരെയും വിട്ടിരിക്കുന്നു. കാരണം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതോടുകൂടി അതിനെതിരായ വികാരം പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയും ആ പ്രക്ഷോഭത്തിന് കൂടുതൽ പിന്തുണ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒപ്പം അതിൻ്റെ സമരത്തിൻ്റെ പിന്തുണ നൽകുക എന്ന നിലപാടിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്ത പോലീസ് നടപടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ നമ്മൾ കണ്ട സർജിക്കൽ സ്ട്രൈക്കുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്, പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്തേക്ക് നടത്തിയ മാർച്ചും ഇതും. അതിനുശേഷം നടന്നത് എന്താണ്? കൂടുതൽ ആളുകൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇന്ന് എത്തുന്നു എന്നുള്ളതാണ്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്നു. അവർ ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എത്രത്തോളം ഇതിനെ തളർത്തിക്കളയാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തിയോ അതിനപ്പുറത്തേക്ക് ഈ പ്രക്ഷോഭം ആളിക്കത്തുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു. സാംസ്കാരിക നായകർ, സിനിമാ പ്രവർത്തകർ ഒക്കെ ഐക്യദാർഢ്യവുമായി രംഗത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 152 പേപ്പറുകളാണ് ഈ കാലയളവിൽ ചോർന്നത്. ഏതാണ്ട് 7.5 കോടി വിദ്യാർത്ഥികളെ ആകമാനം ബാധിച്ചിരിക്കുന്നു ഈ പരീക്ഷാ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞ്. അതിൽ ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു? പരീക്ഷാ നടത്തിപ്പിൽ പോലും എന്താ ചിന്ത ആളുകളിലേക്ക് കൂടുതൽ ശക്തമായി എത്തുകയാണ്. ഇതോടുകൂടിയാണ് പാർലമെന്റിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സന്ദേശം നൽകുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തിച്ചേരേണ്ടി വരുന്നത്. പക്ഷേ അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. എന്തുകൊണ്ടായിരിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഈ സർക്കാർ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്? ഇത്രയധികം സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സമരത്തിൽ ഉള്ളത് യഥാർത്ഥത്തിൽ അവരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്താനുള്ള ശ്രമം സംഘപരിവാർ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരത്തിൽ ഉള്ളത് കേന്ദ്ര സർക്കാരിനോടോ മറ്റോ അല്ലെങ്കിൽ ഭരണകൂടത്തോട് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവരല്ല ഈ സമരം തുടങ്ങി വെച്ചവരിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രണ്ടാം വട്ട ചർച്ചയ്ക്ക് CJPയുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറെടുക്കുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. പക്ഷേ അപ്പോഴും ഈ സമരത്തിലെ അടിച്ചമർത്താൻ ഈ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് മാത്രമാണോ നടക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ എത്രയോ കാലമായി നടന്നു വരുന്നു. അതിന്റെ ഭാഗമായി എത്രയൊക്കെ ഇടപെടലുകൾ ഈ സർക്കാർ, ഈ മോദി സർക്കാരിന്റെ കീഴിൽ തന്നെ നടത്തിയിരിക്കുന്നു. ചരിത്രത്തെ അടക്കം അട്ടിമറിക്കുന്ന ശ്രമങ്ങൾ. ആ ഘട്ടത്തിലൊന്നും ഇതുപോലൊരു പ്രക്ഷോഭം ഉയർന്നു വന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുതിയിലാക്കി കൊണ്ടുപോകാം എന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നത്. പക്ഷേ അതിന് സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്, പ്രധാനമന്ത്രി രാജ്യത്തോട്, വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഒപ്പം വിദ്യാർത്ഥികളെ ആക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി കൂടുതലായി ഊന്നുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ സമരം ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറല്ല. പകരം വിദ്യാർത്ഥികളോട് കാട്ടിയ ക്രൂരത എടുത്തു പറഞ്ഞുകൊണ്ട് ആ വിഷയം ഉന്നയിച്ചുകൊണ്ട്
തെറ്റ് തിരുത്തൽ ആവശ്യം മുന്നോട്ട് വെച്ച് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ രാജ്യത്തെ ക്രമക്കേടുകൾ. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന യുവാക്കളും വിദ്യാർത്ഥികളും ഈ CJPയും ഒക്കെ ആലോചിക്കേണ്ട മറ്റു ചില ഘടകങ്ങൾ കൂടി ഇതിനോടൊപ്പമുണ്ട്. ഈ രാജ്യത്ത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഉള്ളത് ഇതിൽ മാത്രമാണോ? വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വോട്ടിംഗ് സമ്പ്രദായത്തെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ഈ രാജ്യത്ത് അട്ടിമറിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നടത്താം? പൗരത്വ രേഖ എന്താണ് നടക്കുന്നത്? അവിടെയും ഇത്തരം ക്രമക്കേടുകളിലൂടെ ആളുകളെ ഈ രാജ്യത്തെ പൗരന്മാരായ അല്ലാതാക്കി തീരുന്ന പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതാണ് കൂടുതൽ ശക്തമായി എന്ന് നമ്മൾ ഈ രാജ്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. പക്ഷേ ഈ സമരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ഇത് പ്രധാനമായും വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലം ധരിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് കൂടി തിരുത്തലുകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുണ്ട്. ഇവർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ രീതിയിൽ നെറേറ്റീവുകൾ സൃഷ്ടിക്കുക എന്ന പണിയാണ് കുറെ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് അവരുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ മീഡിയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മോദി അനുകൂല മീഡിയകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തെരുവിലേക്ക് എത്തുന്നത്. അത് രാജ്യത്തിന്റെ വരുംകാല ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ കരുത്താവും. കാരണം പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ട് ഈ പറയുന്ന സോകോൾഡ് നാഷണൽ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല യാഥാർത്ഥ്യമെന്ന് അവർ അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കൂടുതൽ കരുത്ത് പകരാൻ ഇടയുണ്ട്. യെസ്, BJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി മേടിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത നിലവിൽ കാണുന്നില്ല. ഒരുപക്ഷെ ഈ പ്രക്ഷോഭം ഇനിയും കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ BJPക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അതുമാത്രമാണ് താനും. പക്ഷേ ഈ CJP ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ് പ്രധാനപ്പെട്ട വിഷയം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതേ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. പിന്നീട് പുനഃപരീക്ഷ നടക്കുകയും ചെയ്തു. നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരാനിരിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നു തോന്നുന്നുണ്ടല്ലേ? വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതോടുകൂടി പിന്നെ ഇവർ എന്താവശ്യമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്? സാജു സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടല്ലോ. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാർട്ടികൾ എന്ന് ആക്ഷേപിക്കപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ രൂപപ്പെട്ടതാണല്ലോ ഈ ഒരു സംവിധാനം. അത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു, വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു, നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. ആ ഒരു സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. ആ ആവശ്യം നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുന്നു, പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഏത് വിഷയമാണ് അവരെടുക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാനുള്ളത്, കേന്ദ്ര സർക്കാരിനെതിരെ ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ ശബ്ദങ്ങളെയും പിന്തുണയ്ക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ തുടങ്ങേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തിലൊക്കെ ആദ്യം മുന്നോട്ടിറങ്ങുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് ആദ്യം മുന്നോട്ടിറങ്ങിയിൽ തന്നെയും വലിയ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിക്കാനോ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. തുടർച്ചയുണ്ടായില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പ്രത്യേക പരിപാടി നടത്തുന്നു, അത് സോഷ്യൽ മീഡിയയിൽ നന്നായി വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിനേക്കാൾ ഉപരി രാജ്യത്തൊട്ടാകെയുള്ള ഒരു പ്രക്ഷോഭം ആളിക്കത്തിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ ഇടവേളയിലാണ് CJP എന്ന് പറയുന്ന പാർട്ടി പെട്ടെന്ന് പൊന്തി വരികയും അങ്ങനെ ആളുകൾ സ്വമേധയാ ഡൽഹിയിലേക്ക് ഒഴുകുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു രോഷം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ആ രോഷത്തെ കാണുകയും അതിനെ കേന്ദ്രത്തിനെതിരായുള്ള നീക്കമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രംഗത്ത് വന്നത്. അവർക്ക് സ്വാഭാവികമായും ഈ പറയുന്ന പഴയ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായി, അവർക്ക് വലിയ ബൗദ്ധിക നിലവാരമുള്ള നേതാക്കളില്ലാത്തതിൻ്റെയൊക്കെ ഭാഗമായി അവർക്ക് ഒരുപക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഡയറക്ഷനും അവരുടെ മുന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവരെ നയിക്കാൻ ആര് എന്നുള്ള ചോദ്യം, അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രോഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് വിഷയങ്ങളിലും ഈ രോഷം അതുപോലെ ആളിക്കത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആ ഒരു മൂവിനെ എല്ലാവരും വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് അതായിരുന്നു. അദ്ദേഹം വിവിധ വിഷയങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ, കേന്ദ്രത്തിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതി. ആ പരാതിക്കാണ് ഇന്നലെ ഒരു അറുതി വരുന്നത്. ഇനി അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്യേണ്ടത്, ഈ ഒരു പ്രക്ഷോഭം, ഈ രീതിയിലുള്ള പ്രക്ഷോഭം, ഇതേപോലെ ജനങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭം ഇനിയും തുടർന്നു കൊണ്ടുപോകുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഇപ്പോൾ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി അത് പ്രകടിപ്പിക്കാൻ ഇന്ത്യ മുന്നണിയുടെ എല്ലാ കക്ഷികൾക്കും സാധിക്കുന്നുണ്ട്. അതിനിടയിലുള്ള ചില വിള്ളലുകൾ പോലും ഇപ്പോൾ മറന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം, CJP കൊണ്ടുവന്ന ഈ പ്രക്ഷോഭം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. CPM അതിൻ്റെ കൂടെ നേരത്തെ തന്നെയുണ്ട്. മറ്റു പാർട്ടികളും അതിനോടൊപ്പം, അഖിലേഷ് യാദവ് ഒക്കെ ഇന്ന് വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മമതാ ബാനർജി വരുന്ന ദിവസങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വരും. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അവർക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അജിംസ്, അടിച്ചമർത്തി അവസാനിപ്പിക്കാൻ നോക്കി, പക്ഷെ അത് കൈവിട്ടുപോയി. എന്തായിരിക്കും കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CJP തുടങ്ങി വെച്ച സമരം അവർ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അത് വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ ഇപ്പോൾ മില്യൺ കണക്കിന് ആളുകൾ അവരുടെ എക്സ് അക്കൗണ്ട് ഫോളോ ചെയ്തു എന്ന് കരുതി അത്രയും ആളുകൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ ജന്തർ മന്ദറിൽ ഈ സമരം തുടങ്ങുന്ന സമയത്ത് അത്ര വലിയ ജനപങ്കാളിത്തം, ആയുധ സമരകാലത്ത് അത്ര ജനപങ്കാളിത്തമില്ല. പക്ഷേ മിനിയാന്ന് നമ്മൾ കണ്ടത് അതല്ല. മിനിയാന്ന് കണ്ടത് 10,000-കണക്കിന് വിദ്യാർത്ഥികളും അല്ലാത്തവരും ആ സമരവേദിയിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ സമരം യഥാർത്ഥത്തിൽ വളരുകയാണ്. ഇപ്പം ഇന്ന് തന്നെ നോക്കുക, ഇന്ന് മെട്രോയുടെ സ്റ്റേഷനുകൾ അടച്ചിട്ട് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് കണ്ട ഒരു കാഴ്ച, ഗുജറാത്തിൽ നിന്ന് ആളുകൾ എത്തുന്നു. ഗുജറാത്തിൽ നിന്ന് ഒരു സൂയിസൈഡ് ചെയ്ത വിദ്യാർത്ഥിയുടെ പേരന്റ് വന്നിട്ട് സംസാരിക്കുകയാണ്. മറ്റ് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ അങ്ങോട്ട് എത്തുന്നു. എത്താൻ കഴിയാത്തവർ ഭക്ഷണപ്പൊതികൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ആരൊക്കെയൊക്കെ ഭക്ഷണം കൊണ്ടുവരും. അതായത് ഈ രാജ്യത്ത് ഈ സമരത്തെ അനുകൂലമായൊരു സെന്റിമെന്റ്സ് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഈ സമരത്തെക്കുറിച്ചുള്ള റീൽസും കണ്ടന്റും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതേസമയം ഭരണകൂടം, BJP, സംഘപരിവാർ ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഇന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ സംഘി ഫോർവേഡുകൾ വന്നുകൊണ്ടിരിക്കുക. അത് പറഞ്ഞ് ഈ സമരത്തെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചു എന്നുകൊണ്ട് ഒരു വ്യാജ ലെറ്റർ ഹെഡൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. അത് ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രമുഖർ ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭരണകൂടത്തിന് വിരുദ്ധമായ ഒരു സെന്റിമെന്റ്സ് രാജ്യം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് CJP അല്ലെങ്കിൽ അഭിജിത് ദീപ്കെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഈ സമരം വളരുന്നു. വളരുന്നു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതിലേക്ക് ഇൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കരുതുന്നത്. ആ കറക്റ്റ് ടൈമിങ്ങും കറക്റ്റാണ്. അതേസമയം കോൺഗ്രസ് തുടക്കത്തിൽ ഇതിനെ പിന്തുണച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ഈ സമരത്തെ ഇല്ലാതാക്കി കളയുകയും ചെയ്യുമായിരുന്നു. ഇത് ഒരു ഐഡിയോളജി ഡ്രിവൺ സമരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ പേരിലല്ല അവിടെ ആളുകൾ ഒത്തുചേരുന്നത്. പ്രത്യേകിച്ചും ജെൻസി എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച ആളുകളാണ് ഈ സമരത്തിൽ കാണുന്ന, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ പലരും. 2000-ന് ശേഷം ജനിച്ച ആളുകൾക്ക് ആർക്കും മോദി 2002 ഗുജറാത്ത് കലാപത്ത് നോക്കി നിന്നു എന്ന വിവരം അറിയാവുന്നവരല്ല. പക്ഷെ നമ്മൾ സമരത്തിൽ എന്താ കാണുന്നത്? 2+2 = 2002 എന്ന ബാനർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മില്ലനിയൽസ്, ഈ ഗുജറാത്ത് കലാപം നേരിട്ട് സാക്ഷികളായിരുന്ന മില്ലനിയൽസ് മറന്നുപോയൊരു കാര്യം ന്യൂജൻ ഓർക്കുന്നു. അവരത് പഴയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, മോദിയെ ഒരു തരത്തിലും ഭയക്കുന്നില്ല ഈ സമരക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇതിനു മുമ്പ് പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷം കണ്ട സമരങ്ങളിലെല്ലാം ആ സമരം ചെയ്യുന്നവർക്ക് അറിയാം തങ്ങൾ നേരിടാൻ പോകുന്നത് എന്താണെന്നുള്ളത്. ഉദാഹരണത്തിന് രോഹിത് വെമുലയ്ക്ക് വേണ്ടി സമരം ചെയ്തവരാണെങ്കിലും, പൗരത്വ പ്രക്ഷോഭത്തിൽ സമരം ചെയ്തവരാണെങ്കിലും, കർഷക സമരക്കാരാണെങ്കിലും എല്ലാം അവർക്കറിയാം ഒന്നുകിൽ UAPA ചാർത്തി അകത്തിടും, അല്ലെങ്കിൽ പോലീസ് ക്രൂരമായി സമരം അടിച്ചമർത്തും. പക്ഷേ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് തല്ലുകൊള്ളുകയാണ്. ഇനിയും തല്ലിക്കോ എന്നാണ് അവർ പറയുന്നത്. ഭയം എന്ന് പറയുന്ന ഈ തലമുറയെ തൊടുന്നില്ല. ഈ ഭയം ഈ പുതിയ തലമുറയെ തൊടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനെ അസ്വസ്ഥമാക്കാൻ പോകുന്ന കാര്യം. കാരണം അവർക്ക് ഭയമില്ലെങ്കിൽ രാജ്യം മുഴുവൻ ആ ഭയം നീങ്ങും. രാജ്യത്ത് ഇപ്പോൾ അടക്കി ഭരിക്കുന്നത് ഭയമാണെങ്കിൽ ആ ഭയം ഇല്ലാതാവുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്.
അവിടെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടന്ന വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്തി. രാഹുൽ ഗാന്ധി പറയുന്ന ഡിമാൻഡ് എന്തൊക്കെയാണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, വിദ്യാർത്ഥികളെ തല്ലിയതിൽ മോദിയുടെ മാപ്പ്, ഇത് രണ്ടും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ നടക്കാൻ പോകാത്ത ഒരു കാര്യം ഡിമാൻഡായിട്ട് ഉന്നയിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെങ്കിലും ഈ സമരത്തെ ലോങ് റണ്ണിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ രണ്ട് കാര്യം നടക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. എന്തുകൊണ്ട് രാജിവെക്കില്ല? ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ചർച്ച ചെയ്തിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ഇതേ ധർമ്മേന്ദ്ര പ്രധാൻ 1997 അദ്ദേഹം ABVP സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കെ അന്ന് ഒഡീഷയിൽ നടന്നൊരു പേപ്പർ ലീക്കിൽ സമരം ചെയ്ത ആളാണ്, അടികൊണ്ടിട്ടുള്ള ആളാണ്. അതേ ധർമ്മേന്ദ്ര പ്രധാനോടാണ് വിദ്യാർത്ഥികൾ രാജിവെക്കാൻ പറയുന്നത്. അദ്ദേഹം രാജിവെക്കില്ല. എന്തുകൊണ്ട് രാജിവെക്കില്ല എന്ന് ചോദിച്ചാൽ, ഒരു മിനിസ്റ്റർക്ക് വരുന്ന വീഴ്ചകളുടെ പേരിൽ, അക്കൗണ്ടബിലിറ്റിയുടെ പേരിൽ രാജി ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന് രാജിവെക്കേണ്ടി വന്നാൽ വീണ്ടും അതേ ആവശ്യങ്ങൾ വരും. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി മാപ്പ് പറയാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പൊതുജന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കില്ല. അത് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഭരണകൂടത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അവരത് അനുവദിക്കില്ല. ഈ ഡിമാൻഡുകളിൽ ഏതെങ്കിലും ഒന്ന് കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നാൽ ഇനി വരാൻ പോകുന്ന സമരങ്ങളുടെ ഒരു വേലിയേറ്റമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതിന് വഴങ്ങില്ല. അവിടെയാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? അസാധ്യമായ 2 ഡിമാൻഡുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധിക്ക് അതിൽ കൃത്യമായൊരു പ്ലാനുണ്ട്. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന പ്ലാൻ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ശരീരം അതിനോട് എത്രമാത്രം സഹകരിക്കും എന്ന് സംശയം ഉണർത്തുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ട ചില ദൃശ്യങ്ങൾ. 2 മുഖ്യമന്ത്രിമാർ ഇന്നലെ സമരത്തിൽ പങ്കെടുത്തു. ഒന്ന് VD സതീശനും ഒന്ന് DK ശിവകുമാറും. VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളം ഈ സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേ സപ്പോർട്ടാണ്. ഒരുപക്ഷെ ABVP പോലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ സമരത്തെ എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. അവിടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് വിളിക്കാതെ വന്ന ഒരു കല്യാണത്തിന് ഇരിക്കുന്ന പോലെ അത് ഇരിക്കുന്നത്. ഒരു മുദ്രാവാക്യം KC വേണുഗോപാൽ അവിടെ നിന്ന് ഉറച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മുദ്രാവാക്യം വിളിക്കുക ഒരു ബുദ്ധിമുട്ട്. അത് കേന്ദ്രത്തെ പലോസരപ്പെടുത്തേണ്ടതില്ല. ഞാനിവിടെ മുഖ്യമന്ത്രിയായത് കേരളത്തിൻ്റെ ഭാവി ശോഭനമാക്കാൻ വേണ്ടിയാണ്, പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്, പോർട്ട് സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് കേന്ദ്രത്തിൻ്റെ സഹകരണം ആവശ്യമാണ്. അത് അവരെ പിണങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ പ്ലാനുകൾ നടക്കില്ല എന്നാണ് VD സതീശൻ കരുതുന്നത്. VD സതീശൻ ഒരു കാര്യം മനസ്സിലാക്കണം. VD സതീശന് ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിൽ കേരളത്തിൽ എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റ് വരിക, കേരളത്തിലേക്ക് സ്വകാര്യ നിക്ഷേപമോ വിദേശ നിക്ഷേപമോ വരിക, കേരളത്തിൽ ജോലി സാധ്യത ഉണ്ടാവുക എന്നുള്ളത് മോദി സർക്കാരോ കേന്ദ്രമോ ആഗ്രഹിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ മോദിയുടെ സഹകരണത്തോടെ, കേന്ദ്ര സഹകരണത്തോടെ കേരളത്തെ മാറ്റിക്കളയാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും VD സതീശന് എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ എന്തോ സംഭവം കൊണ്ടുവരാം. എനിക്കൊരു അതിൽ വിയോജിപ്പുള്ളത്, VD സതീശൻ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടാവുക. അതായിരിക്കും അദ്ദേഹത്തിന് ഉദ്ദേശം. അതല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നലെ ഇവരെല്ലാം മറ്റെന്തൊക്കെ കാരണം പറഞ്ഞാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നത് അതല്ല, നമുക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി സമരം ചെയ്യാനാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നെങ്കിൽ ആ MP-മാരുൾപ്പെടെ എത്ര പേർ അവിടെ ഉണ്ടാവുമായിരുന്നു? VD സതീശൻ അവിടെ പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പാർട്ടിയുടെ സംഘടനാ ശരീരത്തിൽ തന്നെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഒരു ചതിയിലൂടെ അവരെ ആ പ്രക്ഷോഭ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം VD സതീശൻ ഒരു വാർത്താക്കുറിപ്പ് രാത്രി ഇറക്കിയായിരുന്നു കേട്ടോ. അത് വലിയ കാര്യമായിപ്പോയി, വലിയ സംഭവമായിപ്പോയി. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പക്ഷെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് രോഷമൊന്നും അദ്ദേഹത്തിന് കാണുന്നില്ല. ഒരു മനുഷ്യൻ്റെ പ്രസ്താവനയിലല്ല സാജു അയാളുടെ ഉള്ളിലുള്ള നിലപാട് പുറത്തു വരിക. അതായത് വരുന്ന ഇമോഷണലാണ്. ആ ഇമോഷനൊന്നും സതീശൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെയും അത് കണ്ടില്ല. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. കോൺഗ്രസിനെയും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആയിരിക്കില്ല. കോൺഗ്രസ് യഥാർത്ഥത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫ്ലാഗ്ഷിപ്പ് അവർ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ട്രാജക്ടറി വേറെ രീതിയിലായിരിക്കും പോവുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സമരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് ബാങ്ക് കൂടിയാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇന്നലെ വന്നിട്ട് സമരം ചെയ്യുന്നതിൽ പലരും, അടികൊണ്ടുന്നവരിൽ പലരും. അതാണ് BJPയെയും സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കാൻ പോവുക. അതിൻ്റെ കാരണം ഈ അടി കൊള്ളുമ്പോൾ വേദനിക്കുന്നത് BJPക്ക് വോട്ട് കുത്തിയ ആൾക്കാർക്ക് കൂടിയാണ്. മുമ്പ് നടന്ന സമരങ്ങളിൽ ആളുകൾ തല്ലിച്ചതയ്ക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ട് പുളകം കൊണ്ടിരുന്ന ആളുകൾ പോലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ പുളകം കൊള്ളില്ല. അവർക്ക് മോദിക്കെതിരായിട്ടുള്ള വിയോജിപ്പ്, ഡിസെന്റ് വളർന്നു വരാൻ ഈ സമരം കാരണമാകും. അതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, കോൺഗ്രസ് ചെയ്താലും ഇല്ലെങ്കിലും, ഈ സമരം എത്ര നാൾ നിലനിൽക്കുന്നോ അത്ര നാൾ ഇതിൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരും, ഡിമാൻഡ്സ് വർദ്ധിച്ചു വരും. ഈ സമരം എത്ര നാൾ നിലനിൽക്കുന്നു അത്ര നാൾ ഇത് ഭരണകൂടത്തെ BJP സംഘപരിവാറിനെ കുഴപ്പത്തിലാകും.